നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇങ്ങെത്തുമ്പോൾ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇതിനകം തന്നെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ തെളിഞ്ഞ മണ്ഡലങ്ങളും ആയി തുടങ്ങിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന സ്റ്റാർ മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തൃത്താല. നിലവിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിന്റെ മണ്ഡലമാണ് തൃത്താല. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും ഇക്കുറി അംഗത്തിനൊരുങ്ങുന്നത് എം.ബി. രാജേഷും തൃത്താല മുൻ എം.എൽ.എ. വി.ടി. ബൽറാമും തമ്മിലാണ്. 20 വർഷം LDF ഭരിച്ച തൃത്താല മണ്ഡലം 2011 വി.ടി. ബൽറാം പിടിച്ചെടുക്കുന്നത്. 2016 ആ വിജയം തുടർന്നപ്പോൾ വി.ടി. ബൽറാമിന്റെ ഭൂരിപക്ഷം 10,547 ഉയർന്നു. മൂന്നാം അംഗത്തിൽ എം.ബി. രാജേഷുമായി 3016 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് വി.ടി. ബൽറാം പരാജയപ്പെടുന്നത്. ഇത്തവണത്തെ മത്സരത്തിന് വീണ്ടും എം.ബി. രാജേഷും വി.ടി. ബൽറാമും കച്ചകെട്ടുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റം UDFന് ആത്മവിശ്വാസമാവുകയാണ്. മന്ത്രിയായിരുന്ന കഴിഞ്ഞ 5 വർഷത്തിൽ എം.ബി. രാജേഷ് തൃത്താലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ LDFനും അനുകൂല സാഹചര്യമൊരുക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരു നേതാക്കളും മണ്ഡലത്തിൽ സജീവമാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി മണ്ഡലത്തിൽ മോർണിംഗ് വാക്കുമായി വി.ടി. ബൽറാം സാന്നിധ്യം അറിയിക്കുമ്പോൾ തുടങ്ങിവച്ച പദ്ധതികളുടെ ഉദ്ഘാടന തിരക്കിലാണ് എം.ബി. രാജേഷ്. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇരു നേതാക്കളെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ പോസ്റ്റുകളും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. മത്സരാവേശം വേണ്ടുവോളം ഉണ്ടാകുന്ന മണ്ഡലമായി തൃത്താല മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തൃത്താലയിൽ UDF വരുമോ LDF തുടരുമോ എന്ന് കാത്തിരുന്ന് കാണാം. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.